സമൂഹം ഇന്ന് കുറേ മാറ്റങ്ങളുണ്ടെങ്കിലും ഒരു കുട്ടി ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ അതെന്തോ ദൈവത്തിൻ്റെ മഹാകോപം കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് അത്തരം കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അപകർഷതാബോധത്തോടു കൂടി ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ അഭിമാനത്തോടു കൂടി ജീവിക്കണം. കാരണം ദൈവത്തിൻ്റെ വിദ്യയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി. ഈ രക്ഷിതാക്കൾക്ക് അഭിമാനിക്കാം. ദൈവം നിങ്ങളെയാണ് ഈ നിധി സൂക്ഷിക്കുവാൻ വേണ്ടി, ഇത് പരിപാലിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ അസീം വെളിമണ്ണനുണ്ട്. നമുക്കറിയാം അസീം വെളിമണ്ണ, അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ, വെളിമണ്ണ എന്ന് പറയുന്ന ഗ്രാമത്തിൽ താൻ പഠിച്ച LP സ്കൂൾ UP സ്കൂളായി ഉയർത്തുന്നതിനും തുടർന്ന് ഹൈസ്കൂളായി ഉയർത്തുന്നതിനും വേണ്ടിയുള്ള പോരാട്ടം നടത്തി. ഭിന്നശേഷി കുട്ടികൾ അത് മനസ്സിന് തളർച്ച വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അത് ബാധിക്കുന്നത്. അല്ലാത്തൊരു ഒരു തരത്തിലുമുള്ള അപകർഷതാബോധം നിങ്ങൾ കാണിക്കേണ്ടതില്ല എന്ന് ശക്തമായി പ്രചാരണം നടത്തിക്കൊണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അവരെയും സാധാരണ പൗരന്മാരെ പോലെ കണ്ടുകൊണ്ട് എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നതിനാവശ്യമായ നിയമ പോരാട്ടം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അസീം ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് CS സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ നിങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് സഹായമാകുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ കുട്ടികളെ വേണ്ട രീതിയിൽ അവരെ പരിപാലിക്കുന്നതിന് നമ്മൾ സമൂഹം മൊത്തത്തിൽ ഇതിനുവേണ്ടി ആത്മാർത്ഥമായുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് CS സെൻ്റർ ഈ പരിപാടിക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്.